Sai Ram, Sai Ram, Sai Ram, Sai Ram, Sai Ram, Sai Ram. എൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ ഒന്ന് രണ്ട് അനുഭവങ്ങളെ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അതോടൊപ്പം ഒന്ന് രണ്ട് ഇൻഫർമേഷനാണ് ഈ ഭജൻ്റെ കാരണം എന്താണ്, ഇനി അടുത്ത ഭജൻ ഈ ബോർഡിൽ കൊണ്ട് പിന്നെ അതേക്കുറിച്ചുള്ള ഒന്ന് പിന്നെ താങ്ക്സ് ആണ് ഇത്ര വലിയ ഭക്തജനങ്ങളെ എല്ലാവരും വന്നു. അതും സായി സുപ്രഭാതത്തെ ടീമിൻ്റെ വിജയൻ സാർക്കോട്ടി സെക്രട്ടറിൻ്റെ എല്ലാ ലീഡർഷിപ്പും വന്ന് ഒരുപാട് പേര് വന്ന് മോഹൻലാൽ അങ്ങനെയുള്ള ആൾക്കൊരു താങ്ക്സ് പറയുന്നതാണ്. ഈ ഭക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്. ഈ ബുധനാഴ്ച എനിക്ക് തിരിച്ച് ഒരു ഫംഗ്ഷന് അർജൻറ്റായിട്ട് പോകേണ്ടി വന്നു. എനിക്കാണെങ്കിൽ ശരീരത്തിൽ ശരിയല്ല എന്ന് വളരെ വീക്കായിരുന്നു. എന്നാലും പോകുന്ന കാലത്ത് ഞാൻ ശരി പോകാം എന്ന് വെച്ചിട്ട് മധുരയിലേക്ക് ഇറങ്ങി. മധുരയിൽ ഇറങ്ങിയപ്പോൾ സാധാരണ എല്ലാം രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ട്. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്, ഒരു വാരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് മധുരയുടെ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഇരിക്കുന്ന കണ്ണിയിൽ മൂന്നാമത്തെ കടയാണ്. വളരെ ചീപ്പാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ ക്ലീനുമാണ് ആ ഹോട്ടലിൽ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അടുത്ത ട്രെയിനിൽ തിരിച്ച് പോകാനായിട്ട് ഉള്ള ഇതിട്ട് പോയി. അപ്പം അവിടെ പോകുമ്പം അവിടെ ഒരു വലിയ ഒരു അമ്മ മനസ്സിലുണ്ടായിരുന്നു ഭഗവതി മീനാക്ഷി അമ്മനൊക്കെ അമ്പലത്തൊന്നും ഇതുവരായിട്ടും പോയിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അകത്ത് കയറിയ കൊണ്ട് ആ മാനേജർ ഒരു അമ്മയെ ഒരു ജോലിക്കുള്ള ഒരു അമ്മയെ ഒരുപാട് വഴക്ക് പറയുകയാണ്. എന്തോ കുറച്ച് വെള്ളം കളഞ്ഞോ കുറച്ചോ എല്ലാ കാരണം കൊണ്ട് ഒരുപാട് വഴക്ക് ചീത്ത വിളിക്കുകയാണ്, വഴക്ക് പറയുകയാണ്, ദേഷ്യപ്പെടുകയാണ്. ആ അമ്മയാണെങ്കിൽ ഒരുപാട് വണ്ണമാണ്, കാലിൽ നടക്കാൻ വയ്യ. എനിക്ക് മനസ്സിലൊരു ചെറിയൊരു തോന്നലുണ്ടായി, അവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കണമെന്ന് ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചുള്ളൂ, തമിഴിലാണ് സംഭവം പറഞ്ഞത്, അമ്മ ரொம்ப വേദനயாக இருக்குதா, ரொம்ப വലിയ இருக்குதாണെന്ന് ഒരുപാട് സങ്കടമായിട്ടും ഉണ്ടോ ദുഃഖമായിട്ടും ഉണ്ടോ എന്ന് ഞാൻ ആ അമ്മയുടെ അടുത്ത് ചോദിച്ചു. ആ അമ്മ അതിന് ഉടനെ ആൻസർ പറഞ്ഞത്, എത്ര ദുഃഖമുണ്ടോ അത്രയ്ക്ക് ஞானியாகும் എന്നാണ് പറഞ്ഞത്. എത്രയ്ക്ക് ദുഃഖം എவ்வளவு കഷ്ടപ്പെടുவோமோ அவ்வளவு ஞானியாகும். அதனால் കഷ്ടം വന്ന് നല്ലതാണ്. അതായത് ദുഃഖമാണ് ഈ ജ്ഞാനിയുടെ ഇതാണ്. വളരെ റെയറസ്റ്റ് ആൻസറാണ്. കോടിയിൽ ഒരാൾ പറയുന്ന ഒരു ആൻസറാണ്. ദുഃഖമാണ് ജ്ഞാനിയുടെ മാർഗദർശനം എന്നാണ്. ഞാൻ ഒന്ന് തിരിഞ്ഞ് നോക്കി, മഹാലക്ഷ്മി മീനാക്ഷി അമ്മ ഗോവിലിൽ പോയില്ല എന്നുള്ളൊരു വേദന അവിടെ എത്തിയിരുന്നു. മീനാക്ഷി അമ്മനെ കണ്ടതിന് തുല്യമാണ്. ഒന്ന് രണ്ട് സംസാരിച്ച് 3 പെൺപിള്ളേരാണ് അതൊക്കെ സംസാരിച്ച മനസ്സിലുണ്ട്. അതായത് ദുഃഖമാണ് ജ്ഞാനത്തിൻ്റെ അടിഭാഗം. ആർക്ക് ദുഃഖമുണ്ടോ അവർ തീർച്ചയായിട്ടും ജ്ഞാനിയാവും. അതായിരിക്കും കുന്തിദേവി എനിക്ക് ദുഃഖം തരണേ എന്നുള്ളത് പ്രാർത്ഥന ഉണ്ടായിരുന്നത് ആ ദുഃഖത്തിൻ്റെ ഇതിൽ. അപ്പം ഇത്ര ഈ തിങ്കളാഴ്ച ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് വരിക. ഭജന എല്ലാ ദുഃഖവും വേദനയും എടുത്ത് നിങ്ങൾ വന്ന എല്ലാവർക്കും വലിയ താങ്ക്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജ്ഞാനിയാകാനായിട്ട് ഞാൻ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ഞാൻ പഠിച്ച ഒരു ഇതാണ്. ഈ ബുധനാഴ്ചത്തെ 2 ദിവസമേ ആയുള്ളൂ. എന്നാൽ മനസ്സിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവരുടെ മുഖം മീനാക്ഷി അമ്മൻ്റെ മുഖം മനസ്സിലുള്ളത് കൊണ്ട് ഞാനത് ഷെയർ വയ്ക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത് ഈ സംഘടന ഡോക്ടർ അബ്ദുൽ കലാം സാർ അഡ്വൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. സാറിൻ്റെ കൂടെ ഞാൻ ഒരു 10-20 മുമ്പ് ഒരു അസോസിയേറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ സാറിന് ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, സാറേ എൻ്റെ മിസ്സസിൻ്റെ അമ്മ 1 വയസ്സിൽ മരിച്ചു പോയി. അവർക്ക് ആർക്കും അമ്മയെ കണ്ടതായിട്ടോ എടുത്തതായിട്ടോ 7-8 മക്കളുണ്ടെങ്കിൽ ആർക്കും ഓർമ്മയില്ല. അപ്പം എൻ്റെ കൂടെ എല്ലാ ഫംഗ്ഷനും വരാറുണ്ട്. എൻ്റെ അമ്മയ്ക്കോവില്ല അച്ഛനും കൂടെ എല്ലാവരും കൂടെ വരാറുണ്ട്. അപ്പം ഞാനും എന്തെങ്കിലുമൊക്കെ അതിന് ചെയ്യണമെന്നുണ്ട്.
അത് ഞാൻ എന്ത് ചെയ്തത് സാറ് പറഞ്ഞ് ഒരു NGO സ്റ്റാർട്ട് ചെയ്തിട്ട് നീ അവിടെ ബർത്ത്ഡേയോ ഡെത്ത്ഡേയോ എന്തെടുത്താലും അത് ഒരു പുണ്യമാണ്. അങ്ങനെ സാറിൻ്റെ അഡ്വൈസിൽ ഇത് തുടങ്ങിയ ഒരു NGO ആണ്. ഈ NGOയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് ഒരു ബർത്ത്ഡേ. അതോടൊപ്പം അമ്മയൊന്ന് ഞാൻ ഇതിൽ 4ാമത്തെ ഫോട്ടോയിലിരിക്കുന്നതാണ് മിസ്സിൻ്റെ അമ്മ. ആർക്കും ഫോട്ടോ ഇല്ല, ഒരു വരച്ചെടുത്തതാണ്. അവരുടെ അച്ഛൻ്റെ അടുത്തും അവരുടെ അടുത്തും ഇവരുടെ അടുത്തൊക്കെ ചോദിച്ച് വരച്ചെടുത്തതാണ്. ഇതാണ് ഈ ചെട്ടിയാർ ഫൗണ്ടേഷൻ്റെ ഇതാണ്. ഇതിന് രൂപം കൊടുത്ത് നല്ല രീതിയിൽ അതിനെ വളർത്തിയത് സായി സുപ്രഭാതമാണ്. അത് ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്നാലും അതിന് ഒരു കറക്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകുന്ന സായി സുപ്രഭാത ടീമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ താങ്ക്സ് ആണ്. അതിൻ്റെ ഇതാണ്. രണ്ടാമത് ഈ ഭജൻ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേൾഡ് പീസിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. അത് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും യുദ്ധത്തിനെക്കുറിച്ചും സമാധാനത്തിനെക്കുറിച്ചും എല്ലാം സംസാരിക്കുകയാണ്. സാധാരണ പോകും, ഞങ്ങളൊക്കെ മീറ്റിങ്ങിൽ പോകും, അത് ഒപ്പിടും, സൈനിടും, പൈസ കിട്ടുന്ന DROs വാങ്ങിച്ചിട്ടാണ് പോകും. ഇത് യൂഷ്വലാണ് ഹൈ ലെവൽ ഇതിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഈ നമ്മുടെ ഭജന ഒന്ന് നമ്മുടെ വേൾഡ് സമാധാനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു. അതായത് വേൾഡിൽ സമാധാനം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും ഒന്നുമില്ല. അതിനൊരു ചെറിയ ഉദാഹരണമാണ്. 2 ദിവസത്തിന് മുമ്പ് കാറ്റർ വിളിച്ച് പറയാണ്, സാറേ ഇന്നത്തെ 16-ാം തീയതി സാറിൻ്റെ അവിടത്തേക്ക് എനിക്ക് കാറ്റർ സപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് ഗ്യാസ് ഇല്ല. അതോടുകൂടി എൻ്റെ ബ്ലഡ് പ്രഷർ എത്ര കുറഞ്ഞെന്നുള്ളത് ദൈവത്തിനേ അറിയാവുള്ളൂ. ഞാൻ ഓടിപ്പോയി അവരുടെ അടുത്ത് സാഹസായത്തിൽ കാൽ കുറിച്ച്. അപ്പം ആ മുതലടി നല്ലതുപോലെ അറിയുന്നതുകൊണ്ട് സാറിന് വേണ്ടി എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കൊള്ളു. വിറവ് വെച്ചാണെങ്കിൽ വിറവ് വെച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും സാറിൻ്റെ ഭജൻ വന്ന് യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് നടക്കണം. അതുകൊണ്ട് കാറ്ററിങ് എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു ഇതാണ്, യുദ്ധമാണ്. ഒരു യുദ്ധത്തിൽ എല്ലാ സമാധാനവും. അപ്പം ഞാൻ ആ മീറ്റിങ്ങിലിരുന്ന് ഞാൻ വിചാരിച്ചത്, ഒരു വേൾഡ് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഒരു വഴിയില്ലെങ്കിൽ ഇനിയൊരു വഴി നമുക്ക് അഫക്റ്റാവും. അപ്പം ഈ ഭജൻ ഡെഡിക്കേറ്റഡ് ടു ദി വേൾഡ് പീസാണ്. ഇനിയുള്ളത് അതുപോലെ ചെയ്യാം, നല്ലതാണ്, നല്ല കാര്യമാണ്. ഇത് എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാതെ ഈ ഭജൻ എന്തിനാണ് നടന്നത് എനിക്കറിഞ്ഞൂടാ. എന്തിനാണ് നടത്തുന്നോ, ഏതിന് വേണ്ടി നടത്തുന്നോ അറിഞ്ഞൂടാ. നടക്കുകയാണ്, ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം എനിക്ക് തീർച്ചയായിട്ടും പറയാനൊക്കെ ഒരു ആൻസർ കിട്ടി. ഇതൊരു ഭജൻ വന്ന് വേൾഡ് പീസിന് വേണ്ടി നടക്കുകയാണ്. സമാധാനം ഇല്ല, ഒന്നുമില്ല. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പ്രോഗ്രാം ഫിക്സ്ഡ് ചെയ്തായിട്ട് ഡേറ്റും ടൈമും എല്ലാം അഡ്വാൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ബോർഡിനോട് ഇനി അടുത്ത പ്രോഗ്രാം എന്നാണ് 4 ജൂണിനാണ് പ്രോഗ്രാം ഉള്ളത്. ഇത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വെളിയിലുള്ള മക്കളും അല്ലെങ്കിൽ അവർക്കൊക്കെ വരണമെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ ബോംബെയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അവർക്കൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. ആ അഡ്വാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഭജൻ്റെ ഇത്. അപ്പം അടുത്തത് 4 ജൂണാണ്. എന്തോ ആരോഗ്യ കാരണം കൊണ്ട് എല്ലാവരെയും പേഴ്സണലായിട്ട് വിളിക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് ഞാൻ പോകുമ്പോൾ വീട്ടിൽ പോയി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പം പറ്റുന്നില്ല. അവർക്ക് വാട്സപ്പ് മെസ്സേജ് ആണ് അയക്കാറുള്ളത്. അപ്പം എല്ലാവരും അതും ഒരു അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും വന്ന് ഇരുവള്ള ഇതിലും ഭജനിലും വന്ന് എല്ലാവരും നല്ല രീതിയിൽ ഇതിനെ നടത്തി തരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ഈ സായി സുപ്രഭാതത്തിൻ്റെയും അവരുടെ ടീമും വന്ന് വളരെ ഡെഡിക്കേറ്റഡാണ്. അതിനുവേണ്ടി അവർ സമയം കണ്ടുപിടിച്ച് എന്ത് ബിസിനസ്, ചിലരൊക്കെ ഒരു ബിസിനസ് മാനാണ്. അപ്പം കടയും ഒക്കെ ഇട്ടിട്ടാണ് ബിസിനസ്സും എല്ലാം വിട്ടിട്ടാണ് ഓടി വരുന്നത്. ഇതായിരിക്കുന്നത് ആയുർവേദ ഡോക്ടറാണ്. അപ്പം അങ്ങനെ ഓരോ ഇതിലുമുള്ള ഇതും വിട്ടിട്ട് കണ്ടുപിടിച്ച് എല്ലാവരും വരികയാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചാണ് ഇതിൽ നിന്ന് അവരുണ്ട്. നമ്മുടെ പത്മനാഭ സ്വാമിയുടെ അവിടെ നിന്നുള്ള ഭക്തരുണ്ട്. പിന്നെ ഉണർവ് ഫംഗ്ഷനുകളുണ്ട്. സീനിയർ സിറ്റിസൻ്റെ ഒരുപാട് പേര് ആ സംഘടനയിലുള്ളവർ വന്നിട്ടുണ്ട്.
എല്ലാവരും വന്ന് ഈ ഇത് നല്ല നടത്തിയത് വലിയ ചാൻസാണ്, വലിയ നന്ദിയാണ്. ഇനി ലാസ്റ്റ് പറയാനുള്ളത്, സാപ്പാട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ, ഈ റൂമിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യും. അതിന് വേണ്ടി സഹായിക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നല്ലൊരു ലൊക്കേഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യും. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് ഈ ബാത്റൂമൊക്കെ ഇതിന് മുമ്പ് ചെയ്യണമെന്ന്. പക്ഷേ ആരോഗ്യ കാരണം കൊണ്ടും ലേബേഴ്സ് പ്രോബ്ലം കൊണ്ടും പല കാരണം കൊണ്ടും പറ്റിയില്ല. അപ്പം ഈ പ്രാവശ്യം കൂടെ സഹായിച്ച് ഇതിനെ ഒരു 10 മിനിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ട് ആണ്. ഈ വീട് കംപ്ലീറ്റും ഓപ്പൺ ആണ്, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം. താഴെയും പൂജാമുറി കൊണ്ട് അതുകൊണ്ട് 5 മിനിറ്റ് അതിനു വേണ്ടി ഒഴിഞ്ഞ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വലിയ താങ്ക്സ്. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി താങ്ക്സ്. സംതൃപ്തിയായിട്ടാണ് അദ്ദേഹം ഇടവരുത്തിയ നമ്മുടെ ചെക്കിയ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ കുറേ വനവാസത്തിന് ശേഷം, അത് യാത്രകൾ കഴിഞ്ഞ് വന്നതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് കുറേ ജോലി ഏൽപ്പിച്ചു. നിങ്ങൾ ഞാൻ പണി ചെയ്യാന്ന് പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോ ജോലികൾ കൊടുത്തു. അപ്പോൾ അതിൽ ഒരു ശിഷ്യൻ പറഞ്ഞു, സ്വാമി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ നമുക്ക് സ്വാമി ഒരു കാര്യം ചെയ്യണം, നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള ഒരു കാര്യം ഇതൊരിക്കും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് സ്വാമി ശങ്കരാചാര്യ പറഞ്ഞു, ഭഗവത്ഗീതയും നാമസ്മരണം ഇത് രണ്ടും നീ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്കുള്ള വഴി കിട്ടും. ഗീതയിൽ എല്ലാം ഉണ്ട്. ഏത് പേജെടുത്ത് നമ്മുടെ ശ്ലോകം വായിച്ചാലും ഗീതയിൽ നമുക്ക് മനപ്രയാസമുള്ള ഏത് ഘട്ടം വന്നാലും ഏത് ശ്ലോകം വായിച്ചാലും മനസ്സിൽ സംതൃപ്തി കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നാമസ്മരണത്തിനുള്ള പ്രാധാന്യം ഭഗവാൻ പറഞ്ഞിട്ടുള്ളതും സ്വാമി ഇത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നാമസ്മരണം ചെയ്യേണ്ടത്. നമ്മുടെ വോയിസ് ഗ്രൂപ്പിൻ്റെ ഇപ്പം വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ വിജയൻ സാർ ഇതിൻ്റെ ജീവവായു എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഒഴുക്കിയ ആ ദൈവശക്തി ഇന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരു ടീം തന്നെ ഇതിന് ഉത്സാഹിച്ച് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും അംഗങ്ങൾ ഉത്സാഹിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിന്നുപോയി. അതിൻ്റെ ഇവിടെ ഒരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. വിജയൻ സാറ് അതിനുള്ള പ്രോത്സാഹനവും എല്ലാം അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ വേണ്ട ഉപദേശങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് തരുന്നുണ്ട്. ഈ വോയിസിൻ്റെ സംഗതി നാമസ്ഥാനം തന്നെയാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് തിരുവനന്തപുരത്തോറും പാടി നമ്മുടെ ആത്മസംതൃപ്തി മാത്രമല്ല, മറ്റുള്ള ദൈവത്തിൻ്റെ നാമം അവർക്ക് ആദ്യം നിന്ന് എത്തുമ്പോൾ അവർക്കും അതിൻ്റേതായ ഇത് കിട്ടും, പുണ്യം കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യമായ ഒരു കാര്യമാണ്. അത് എല്ലാവരും ചിലർക്ക് എണീക്കാൻ പറ്റില്ല, ചിലർക്ക് വരാൻ പറ്റില്ല, അതൊക്കെ വേറെ കാര്യം. എങ്കിലും ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നമ്മൾ ഭഗവാനെ ധ്യാനിച്ച് പാടി തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് കിട്ടുന്നുണ്ട്. കൃഷ്ണൻ പറഞ്ഞത് അത് തന്നെയാണ്. കൃഷ്ണൻ 2 പേർക്ക് മാത്രമേ തത്വം ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒന്ന് അർജുനനും മറ്റൊന്ന് ഉദ്ധവർക്കുമാണ്. ഉദ്ധവരുടെയും തത്വം പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ തത്വം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എനിക്ക് ആത്മസംതൃപ്തി കിട്ടുന്നത്, എനിക്ക് അതിന് സന്തോഷം കിട്ടുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ നമ്മളെ വോയിസ് ഭഗവാന്റെ നാമങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് പരത്തി അവർക്ക് സന്തോഷവും അവർക്ക് ആത്മസംതൃപ്തിയും കിട്ടുക എന്ന് വെച്ചാൽ വളരെ ഒരു കാര്യമാണ്. ആ വോയിസിൽ നല്ല പ്രവൃത്തി ഇവിടെ ചെയ്യുന്ന ഒരു ടീമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ തന്നെ 2 പേര് പ്രത്യേകിച്ച് നമ്മളവിടെ വന്നിട്ടുണ്ട്. മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ, പിന്നെ ബാലു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് ഇവിടെ ഭജനയ്ക്ക് വന്ന് അവർക്കും നല്ല നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ടീമിലേക്ക് അവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ജയ് സാറാം. ओम जय जगदीश हरे स्वामी सत्य साई हरे भक्तजनासं
ഇവിടെ ന്യൂസ് പേപ്പറെല്ലാം ഉണ്ട് ഈ നോമ്പിൽ.
വാടാത്തൊരു തിരിമലരായി നെഞ്ചിനും